അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങിൽ ഞാൻ ശരണപ്പെട്ടു. ഞാൻ ഒരിക്കലും ലജ്ജിക്കില്ല. അങ്ങയുടെ നീതിയാൽ എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അങ്ങിൽ ഞാൻ ശരണപ്പെട്ടു. ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. അങ്ങയുടെ നീതിയാൽ എന്നെ രക്ഷിക്കണമേ. എന്നിലേക്ക് ചെവിചായ്ച്ച് വേഗം ഉത്തരമരുളണമേ. എന്റെ സഹായവും സങ്കേതവുമായി ദൈവമേ, എന്നെ രക്ഷിക്കണമേ. എന്റെ ശക്തിയും അഭയവും അങ്ങാണല്ലോ. തിരുനാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ. വൈരികൾ എനിക്കായി വല വിരിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അങ്ങാണല്ലോ എന്റെ സഹായകൻ. എന്റെ ആത്മാവ് അങ്ങേ കാത്തിരിക്കുന്നു. സത്യദൈവമായ കർത്താവേ, അങ്ങ് എന്നെ വീണ്ടെടുത്തു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അങ്ങ് വെറുക്കുന്നു. ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ കൃപയിൽ അത്യധികം ആഹ്ലാദിക്കുന്നു. അവിടുന്ന് എന്റെ ദുരവസ്ഥ ദർശിച്ചു. എന്റെ കഷ്ടത കണ്ടറിഞ്ഞു. ശത്രുക്കളുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചില്ല. എന്റെ പാദങ്ങൾ നിലത്തുറപ്പിച്ചു നിർത്തി. കർത്താവേ, ഞാൻ ദുഃഖിതനായിരിക്കുന്നു. എന്നിൽ കാരുണ്യം ചൊരിയണമേ. കോപത്താൽ എന്റെ കണ്ണുകലങ്ങി. ജീവനും ശരീരവും തളർന്നുപോയി. ദുഃഖത്തിൽ എന്റെ ആയുസ് അസ്തമിക്കുന്നു. നെടുവീർപ്പിൽ മത്സരങ്ങൾ അവസാനിക്കുന്നു. ദാരിദ്ര്യത്താൽ എന്റെ ശക്തി ക്ഷയിക്കുന്നു. വൈരികൾ മൂലം അസ്ഥികൾ ഇളകുന്നു. അയൽക്കാർക്ക് ഞാൻ നിന്നാ വിഷയമായി. പരിചിതർ എന്നെ കണ്ട് ഭയപ്പെട്ടു. തെരുവിൽ എന്നെ കണ്ടവരെല്ലാം ഓടിയാകുന്നു. മരിച്ചവനെ പോലെ ഞാൻ വിസ്മൃതനായി. ഉടഞ്ഞ പാത്രം പോലെ കരുതപ്പെട്ടു. എനിക്കെതിരായവർ ആലോചന നടത്തി.
എന്റെ ജീവനെടുക്കാൻ അവർ ചിന്തിച്ചു, അവരുടെ ആലോചനകൾ ഞാൻ അറിഞ്ഞു. എന്നാൽ കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു. അങ്ങ് എന്റെ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. കാലങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണല്ലോ. വൈരികളിൽ നിന്നും മർദ്ദകരിൽ നിന്നും അങ്ങ് എന്നെ രക്ഷിക്കണമേ. തിരുമുഖം അങ്ങയുടെ ദാസന്റെ മേൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ദുഷ്ടർ ലജ്ജിതരായി ശീയോലിൽ താഴട്ടെ, അവരുടെ വായ് പൂട്ടപ്പെടട്ടെ. അവർ നീതിമാനെതിരായി വ്യാജവും ഭോഷത്വവും സംസാരിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ അങ്ങിൽ ആശ്രയിക്കുന്ന ഭക്തർക്കായി അങ്ങ് സൂക്ഷിച്ചിരിക്കുന്ന കൃപ എത്ര വലുതാകുന്നു. മനുഷ്യരുടെ ഉപജാപങ്ങളിൽ നിന്ന് തിരുമുഖത്തിന്റെ മറവിൽ അങ്ങ് അവരെ ഒളിപ്പിക്കുന്നു. കലഹത്തിൽ നിന്ന് അങ്ങയുടെ നിഴലിൽ അങ്ങ് അവരെ മറയ്ക്കുന്നു. സുശക്തമായ പട്ടണത്തിൽ തനിക്കായി പ്രബലരെ തിരഞ്ഞെടുത്ത കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അങ്ങയുടെ കൺമുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടെന്ന് പരിഭ്രമം കൊണ്ട് ഞാൻ പറഞ്ഞുപോയി. അങ്ങേ ഞാൻ വിളിച്ചപ്പോൾ അങ്ങ് എന്റെ യാചനയുടെ സ്വരം ശ്രവിച്ചു. കർത്താവിന്റെ നീതിനിഷ്ഠരെ, നിങ്ങൾ അവിടുത്തെ സ്നേഹിക്കുവേൻ. അവിടുന്ന് തന്റെ വിശ്വസ്തരെ പരിപാലിക്കുന്നു. ദുഷ്ടർക്ക് അവരുടെ ചെയ്തികൾക്കനുസൃതം പ്രതിഫലം നൽകുന്നു. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവരെ, നിങ്ങൾ ധൈര്യം അവലംബിക്കുവേൻ. അവിടുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തും. കുറ്റങ്ങൾക്ക് മാപ്പു കിട്ടിയവനും പാപങ്ങൾക്ക് പൊറുതി ലഭിച്ചവനും ഭാഗ്യവാനാകുന്നു. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാനാകുന്നു. ദിവസം മുഴുവൻ ഞാൻ നെടുവീർപ്പിട്ടുകൊണ്ട് മൗനമായിരുന്നതിനാൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു. എന്തുകൊണ്ടെന്നാൽ രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചു. വേദന എന്നെ കൊല്ലാൻ ഹൃദയത്തിൽ ആഞ്ഞിറങ്ങി. എന്റെ പാപങ്ങൾ അങ്ങയോട് ഞാൻ ഏറ്റുപറഞ്ഞു. കുറ്റങ്ങൾ അങ്ങിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചില്ല. എന്റെ പാപങ്ങളെല്ലാം അങ്ങ് എന്നോട് ക്ഷമിക്കും. അങ്ങ് തിരഞ്ഞെടുത്തവർ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ പെരുവെള്ളപ്പാച്ചിൽ പോലും അവരുടെ അടുക്കലെത്തുകയില്ല. അങ്ങ് എന്നെ സംരക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് എന്നെ കാക്കണമേ. മഹിമയും രക്ഷയും കൊണ്ട് എന്നെ വലയം ചെയ്യണമേ. ഞാൻ അങ്ങയെ മനസ്സിലാക്കട്ടെ. നീ നടക്കേണ്ട വഴി നിന്നെ ഞാൻ അറിയിക്കും. നിന്നിൽ എന്റെ ദൃഷ്ടി ഞാൻ ഉറപ്പിക്കും. കുതിരയും കഴുതയും പോലെ നീ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടനാനേകം കഷ്ടതകൾ ഉണ്ടാകും. കർത്താവിൽ ശരണപ്പെടുന്നവരെ അവിടുത്തെ കൃപാവലയം ചെയ്യും. നീതിനിഷ്ഠരെ കർത്താവിൽ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ അവിടുത്തെ പുകഴ്ത്തുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ അപരാധം നിശേഷം കഴുകിക്കളയണമേ. പാപകടത്തിൻ മാലിന്യം കഴുകിക്കളയാൻ ആശയോടെ കണ്ണീർ തൂകിക്കരയുന്നു കർത്താവേ നിൻ തിരുമുൻപിൽ. അനുതാപാകുലഹൃദയത്തോടെ നിൻ പ്രീതിക്കായേകുന്നു. നീ നൽകിയിടും വത്സരവും ദിനരാത്രങ്ങളുമെന്നാളും. നന്മ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. താവക പ്രീതി നിറഞ്ഞെന്നും തിരുസന്നിധിയിൽ മേവാനായി ആഗ്രഹമുയരും. എന്നാലും
ശത്രു വളഞ്ഞു ഞെരുക്കുന്നു. തിന്മയ്ക്കെതിരെ പോരാടാൻ കഴിവില്ലാതെ നിരന്തരമായി അവനുടെ വലയിൽ വീഴുന്നു. കർത്താവേ കരമേഘണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ നിൻ തിരുമുൻപിൽ യാചിക്കുന്നു നിരന്തരമായി. നാശത്തിൽ വീണടിയാതെ രക്ഷിക്കണമേ സദയം നീ. ഞങ്ങൾക്കായി നിൻ സ്നേഹന്മാർ നിത്യമുയർത്തും പ്രാർത്ഥനകൾ കനിവോടെ നീ കേൾക്കണമേ. കൃപയുടെ മാരി പൊഴിക്കണമേ. കരുണാനിധിയാം കർത്താവേ നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ റോമാലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്.
പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്